ഞാനൊരു ബിസിനസ് മാനേജരാണ്. അതുകൊണ്ട് തന്നെ ജോലിക്ക് ആവശ്യമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും. യാത്രയ്ക്ക് പോകുന്നത് ചിലപ്പോൾ എൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ബോസിൻ്റെ കൂടെ ആയിരിക്കും. ഇങ്ങനെ പോകുന്ന ബിസിനസ് ട്രിപ്പൊക്കെ ഞങ്ങളുടെ ക്ലയൻറ്റുകളെ കാണാനും അതുമല്ലെങ്കിൽ പുതിയ വർക്ക് എടുക്കാനുമായിരിക്കും. ചിലപ്പോൾ പുതിയ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്ത് അവരെ ഞങ്ങളുടെ കമ്പനിയിലേക്ക് ചേർക്കാൻ വേണ്ടിയായിരിക്കും ഞങ്ങളുടെ ഈ ബിസിനസ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ് ട്രിപ്പ് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല. അത്യാവശ്യം ബോറിങ് തന്നെയാണ്. ഞങ്ങളുടെ കമ്പനി എന്ന് പറഞ്ഞാൽ വലിയ കമ്പനിയൊന്നുമല്ല. അതുപോലെ ഈ കാർ ഉണ്ടാക്കുന്ന കമ്പനി പോലെ ഒന്നുമല്ല. വേറെ ആളുകളുടെ ബിസിനസ് നോക്കി നടത്തുന്ന, അവരെ സഹായിക്കുന്ന ഒരു കമ്പനിയാണ് ഞങ്ങളുടേത്. ആകപ്പാടെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് ട്രിപ്പിന് പോകുമ്പോൾ വേറെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു തവണ പോയ സ്ഥലത്തല്ലായിരിക്കും പോകുന്നത്. അങ്ങനെ കുറേയേറെ സ്ഥലങ്ങൾ കാണാൻ പറ്റും. അതുകൂടാതെ നല്ല നല്ല ഹോട്ടലുകളിൽ താമസിക്കാനും പറ്റും. ഹോട്ടൽ സ്റ്റേ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ബിസിനസ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഹോട്ടലിൽ കിടന്ന് ക്ഷീണം മാറ്റാം എന്നൊക്കെയൊരു ചിന്ത നമുക്കൊരു ആശ്വാസം ഉണ്ടാക്കിയിരുന്നു. പുതിയ കിടക്കയും വിരിയും വൃത്തിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ. അതുപോലെ തന്നെ വളരെ എക്സ്പെൻസീവായ ഹോട്ടലുമായിരിക്കും കമ്പനി എടുത്തു തരിക. ഞങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് റൂമും ഞങ്ങളുടെ ബോസ് ഞങ്ങൾക്ക് എടുത്തു തരും. അങ്ങനെ ഒരു ട്രിപ്പ് പോയപ്പോഴുള്ള ഒരു അനുഭവമാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഞാനും എൻ്റെ ബോസുമായിരുന്നു പോയിരുന്നത്. ഞങ്ങൾ എന്നും ചെയ്യാറുള്ളത് പോലെ ഹോട്ടലിലെ റൂം ബുക്ക് ചെയ്തു. ആ ഹോട്ടലിൻ്റെ പേര് കാവൻവുഡ് എന്നായിരുന്നു. ഞാനും എൻ്റെ ബോസും രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വന്നു. ഞാൻ നേരത്തെ ചെന്നു. ബോസിന് എന്തോ കാര്യമുള്ളതുകൊണ്ട് പിന്നെ വരാമെന്ന് പറഞ്ഞു. ആദ്യം ഞാനാണ് ഹോട്ടലിലേക്ക് ചെന്നത്. ഹോട്ടലിലേക്ക് കയറിയപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവായ ഒരു ഹോട്ടൽ തന്നെയായിരുന്നു. ചെക്ക് ഇൻ ചെയ്യുന്ന അടുത്ത് ഒരു റിസപ്ഷനിസ്റ്റ് നിൽപ്പുണ്ട്. റിസപ്ഷനിലേക്ക് ചെന്നപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തി. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് റൂമിലെ കീ തന്നു. എന്തായാലും അല്പനേരം ബോസിനെ വെയിറ്റ് ചെയ്യാമെന്ന് കരുതി ഞാൻ റിസപ്ഷനിലെ സോഫയിലിരുന്നു. ഞാൻ എൻ്റെ റൂമിലെ നമ്പർ നോക്കി. 371 എന്നാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ കയ്യിലാണെങ്കിൽ അധികം സാധനങ്ങളൊന്നുമില്ല. ഒരാഴ്ചത്തേക്കുള്ള ട്രിപ്പാണ്. ഒരു ഹാൻഡ് ബാഗും തോളിലിടാൻ പറ്റുന്ന ഒരു ബാഗും മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നു. പിന്നെ റൂമിലേക്ക് പോയേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ലിഫ്റ്റ് തുറന്ന് ലിഫ്റ്റിൽ കയറി എൻ്റെ ഫ്ലോറിലേക്ക് ചെന്ന് മുറിയിലെത്തി. ആ മുറി തുറന്നപ്പോഴേക്കും എനിക്കെന്തോ ഒരു വ്യത്യാസമുള്ളതുപോലെ തോന്നി. ഇത്രയും നാളും ഞാൻ കുറേ ഹോട്ടലുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഈ റൂമിന് എന്തോ വ്യത്യാസമുള്ളതുപോലെ എനിക്ക് തോന്നി. ഞാൻ റൂമിൻ്റെ അകത്തോട്ട് കയറി. ഞാൻ ബെഡിൻ്റെ സൈഡിലിരുന്നു. അപ്പോഴാണ് ബെഡിൽ കിടക്കുന്ന ഒരു പേപ്പർ കഷ്ണം ഞാൻ ശ്രദ്ധിച്ചത്. അതിൽ കോവൻവുഡിൽ പാലിക്കേണ്ട കുറച്ച് റൂൾസാണ് എഴുതിയിരിക്കുന്നത്. സാധാരണ ഞങ്ങളിങ്ങനെ ബിസിനസ് ട്രിപ്പൊക്കെ പോകുമ്പോൾ അപൂർവം ചില ഹോട്ടലുകളിൽ ഇങ്ങനെ റൂൾസ് കാണാറുണ്ട്. ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ വിചിത്രമായിരുന്നു. റൂം 371 പാലിക്കേണ്ട നിയമങ്ങൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ റൂമിന് മാത്രമായി ഒരു പ്രത്യേക റൂൾസാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതിലെ റൂൾസ് ഓരോന്നോരോന്നായി വായിച്ചു. അതിലൊരു 7 റൂൾസ് പറയുന്നുണ്ട്. ആദ്യത്തെ റൂൾസ് എന്ന് പറഞ്ഞാൽ 9 മണിക്ക് ശേഷം TV ഓണാക്കാൻ പാടില്ല. രണ്ടാമത്, റൂമിലൊരു ലാൻഡ് ഫോണുണ്ട്. ആ ഫോൺ ഇൻകമിംഗ് കോളിന് മാത്രമുള്ളതാണ്. അടുത്ത റൂളെന്ന് പറഞ്ഞാൽ 10:30-ക്കും 1:30-ക്കും ഇടയിൽ വെളിയിലേക്ക് ഇറങ്ങരുത്. നാലാമത്, ലിഫ്റ്റിൽ കയറുമ്പോൾ ഒരാൾ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഒറ്റയ്ക്ക് ലിഫ്റ്റിൽ കയറരുത്. അതുമല്ല, വിസിറ്റേഴ്സിനെ ഒന്നും റൂമിൽ വരുത്താനും പാടില്ല. അതുമല്ല, റൂമിൽ ആരെങ്കിലും വന്ന് മുട്ടിയാൽ അത് ഒഴിവാക്കണം. വാതിൽ തുറക്കരുതെന്നും എഴുതി വച്ചിട്ടുണ്ട്. ആറാമത്തെ റൂളെന്ന് വെച്ചാൽ മിനി ബാറുണ്ട്. മിനി ബാർ എന്ന് വെച്ചാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ മിനി ബാർ ഓപ്പൺ ആക്കാവൂ എന്നും എഴുതിയിട്ടുണ്ട്. അതുമല്ല, ജനാലയുടെ ചില്ലിൻ്റെ അവിടെ കാണുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. അവസാനമായിട്ട് എൻജോയ് യുവർ സ്റ്റേ എന്ന് എഴുതിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ഇതുവരെ ഇങ്ങനൊരു റൂൾ ഒരു ഹോട്ടലിലും കണ്ടിട്ടില്ല. ഈ റൂൾസൊക്കെ കണ്ടതും ഞാൻ ഫോൺ എടുത്ത് റിസപ്ഷനിലേക്ക് വിളിച്ചു. അതിന് മറുപടിയായി റിസപ്ഷനിസ്റ്റ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ മുറിയിൽ താമസിക്കുന്നിടത്തോളം കാലം ആ റൂൾസ് അതേപടി ഫോളോ ചെയ്യണമെന്ന്. അയാളത് വളരെ നോർമലായിട്ട് ലാഘവ ബുദ്ധിയോടു കൂടിയാണ് പറഞ്ഞത്. എല്ലാവരോടും ഇത് തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു സാധാരണ മട്ടിലാണ് എന്നോടത് പറഞ്ഞത്. അപ്പോഴേക്കും ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലാകുന്നില്ല, മിനി ബാർ തുറക്കാൻ വേണ്ടി ഇത്രയും എമർജൻസി എന്തായിരിക്കുന്നത്? അതെന്താ എനിക്ക് 9 മണിക്ക് ശേഷം TV കാണാൻ പറ്റാത്തത്? അതുമല്ല, നിങ്ങളുടെ റൂളിൽ എഴുതിയിരിക്കുന്നത് ജനലിൻ്റെ അപ്പുറത്ത് കാണുന്ന കാഴ്ചകൾ തെറ്റാണെന്നാണല്ലോ. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്? നേരത്തെ പറഞ്ഞ സെയിം റിപ്ലൈ തന്നെയാണ് റിസപ്ഷനിസ്റ്റിൽ നിന്നും കിട്ടിയത്. എന്തോ റെക്കോർഡ് ചെയ്ത് പറയുന്നത് പോലെയാണ് അയാൾ പറയുന്നത്. ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം 6 റൂൾസൊക്കെ പാലിക്കേണ്ടതാണെന്നും പറഞ്ഞ് റിസപ്ഷനിസ്റ്റ്
ഫോൺ കട്ട് ചെയ്തു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാക്കി പറയുന്നത് കേൾക്കാതെ എൻ്റെ ചോദ്യത്തിന് ഉത്തരമോ അതിൻ്റെ എക്സ്പ്ലനേഷനോ തരാതെ ഫോൺ കട്ട് ചെയ്തു. ഞാൻ വിചാരിച്ചു ഇത് വളരെ റിച്ചായിട്ടുള്ള ആഡംബര ഹോട്ടലായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അറിഞ്ഞുകൂടാ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഹോട്ടൽ കാണുന്നത്. ബെഡിൽ നിന്ന് ലിസ്റ്റ് എടുത്ത് ആ ടേബിളിലേക്ക് എറിഞ്ഞ് ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മറന്നു. എന്നിട്ട് ഞാൻ ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. കുളി കഴിഞ്ഞ ശേഷം ഞാൻ തിരിച്ചു വന്ന് ബെഡിലേക്ക് കിടന്നു. ടി വി കാണാമെന്ന് വിചാരിച്ച് ബെഡിൽ കിടന്ന് ടി വി കണ്ടു. ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ടാവും. സാധാരണ കാണാറില്ലാത്തൊരു സംഭവം ഞാൻ ശ്രദ്ധിച്ചു. ടി വിയിൽ ഞാൻ ന്യൂസ് റിപ്പോർട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ ന്യൂസ് റിപ്പോർട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ ന്യൂസ് വായിക്കുന്ന റിപ്പോർട്ടറുടെ മുഖം ഇങ്ങനെ ചൊറിയാൻ തുടങ്ങി. ആദ്യം ഇടയ്ക്കിടയ്ക്കാണ് മുഖം ചൊറിയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അത് മുഖം മാന്തിപ്പൊളിക്കുന്ന രീതിയിൽ ചൊറിയുകയാണ്. അവസാനം ന്യൂസ് റിപ്പോർട്ടർ ചൊറിഞ്ഞ് മുഖത്തെ തൊലിയൊക്കെ അടർന്നു പൊട്ടി. മുഖത്തെല്ലാം ചോര വരുന്നു. റിപ്പോർട്ടർ അപ്പോഴും ന്യൂസ് വായിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ക്യാമറാമാൻ എന്ത് കാണിക്കുകയാണ്? അയാളുടെ മുഖം കയറി ചോര വരുന്നത് അയാൾ കാണുന്നില്ലേ? ഇതെന്താ ആരും ഒന്ന് റിയാക്റ്റ് ചെയ്യാത്തതെന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ക്യാമറ സ്റ്റക്കായി. അടുത്ത നിമിഷം ന്യൂസ് റിപ്പോർട്ടർ ക്യാമറയിലേക്ക് തുറച്ചു നോക്കി നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ അപ്പോഴേക്കും പെട്ടെന്ന് എഴുന്നേറ്റു. ഞാൻ ടി വിക്ക് അടുത്തേക്ക് ചെന്ന് നോക്കി. അപ്പോഴേക്കും ആ ന്യൂസ് റിപ്പോർട്ടറുടെ മുഖമെല്ലാം ചൊറിഞ്ഞ് ആകെ കീറിപ്പൊട്ടി ആ റിപ്പോർട്ടറുടെ ചുണ്ടിൽ കൂടിയൊക്കെ രക്തമൊഴുകുന്നുണ്ട്. അപ്പോഴേക്കും വൃത്തികെട്ട രൂപത്തിൽ ഒരു ശബ്ദം ഞാൻ കേട്ടു, ജാക്ക്, നിങ്ങൾ നിയമങ്ങൾ ബ്രേക്ക് ചെയ്തു എന്ന്. ആ ശബ്ദം എവിടുന്നാണ് കേട്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് കേട്ടപാടെ ഞാൻ റൂമിൽ നിന്നും വെളിയിലേക്ക് ഓടി. ഒരുവിധം സ്റ്റെപ്പൊക്കെ ഇറങ്ങി നേരെ റിസപ്ഷൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ ഇവിടെ നടക്കുന്നത്? എന്ത് ഭ്രാന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ഉറക്കെ ചോദിച്ചു. ഞാൻ എത്രയൊക്കെ ദേഷ്യപ്പെട്ടിട്ടും റിസപ്ഷനിസ്റ്റിന് യാതൊരു ഭാവവുമില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് നോക്കി ഒരു വികാരമില്ലാതെ എന്നെ നോക്കി നിൽക്കുകയാണ്. റിസപ്ഷനിസ്റ്റ് ശാന്തമായി എന്നോട് മറുപടി പറഞ്ഞു. സാറിന് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചു. എടോ, ഞാനിപ്പോൾ ടി വിയിൽ ഒരു ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ന്യൂസ് റിപ്പോർട്ടറാണെങ്കിൽ സ്വന്തം മുഖം വലിച്ചു പറിക്കുന്നു. അതുമല്ല, ആ റൂമിൽ എഴുതി വെച്ചിരിക്കുന്നത് വൃത്തികെട്ട വിചിത്രമായ കുറച്ച് റൂൾസ്. ഇതൊക്കെ നിങ്ങളെന്നെ പ്രാങ്ക് ചെയ്യുകയാണോ? എന്നെ പറ്റിക്കാനാണോ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത്? അങ്ങനെ ഓരോ മനുഷ്യരും ഇവിടെ റൂം എടുക്കുന്നത് നിങ്ങൾക്ക് കടുതമാശ കാണിക്കാനാണോ എന്ന് ചോദിച്ചു. റിസപ്ഷനിസ്റ്റ് എൻ്റെ നേരെ നോക്കിയ ശേഷം അവിടുത്തെ ക്ലോക്കിലേക്ക് ചൂണ്ടിക്കാണിച്ചു. സാറേ, സമയം 10:18 റൂം 371 9 മണിക്ക് ശേഷം ടെലിവിഷൻ വയ്ക്കാൻ പാടില്ല എന്ന് റൂൾസിൽ എഴുതിയിട്ടില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഞാൻ അയാളുടെ കോളറിൽ കടന്നു പിടിച്ചു. നിർത്ത് നിങ്ങളുടെ ഈ കളി. ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമൊന്നുമല്ല. കൂടുതൽ കളിച്ചാൽ നീ വിവരം അറിയും. നിൻ്റെ ഹോട്ടലൊക്കെ ഞാൻ പൂട്ടിക്കും. ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു വരും. നിനക്കൊക്കെ നല്ല പണിയും തരും. അത് നീ ഓർത്ത് വെച്ചു എന്നും പറഞ്ഞ് അയാളുടെ കോളറിൽ നിന്ന് പിടിവിട്ട് ഞാൻ റൂമിലേക്ക് നടന്നു. തിരിച്ചു പോകുമ്പോഴും ഈ റിസപ്ഷനിസ്റ്റ് എന്നോട് പറയുന്നുണ്ട്, ഈ റൂമിൽ നിൽക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്ന റൂൾസ് എല്ലാം നിങ്ങൾ പാലിക്കേണ്ടതാണെന്ന്. വീണ്ടും റിസപ്ഷനിസ്റ്റ് എന്നോട് പറയുകയാണ്. ഞാനത് മൈൻഡാക്കാതെ എൻ്റെ ദേഷ്യത്തിൽ മുറിയിലേക്ക് നടന്നുപോയി. റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ടി വി എപ്പോഴും അവിടെ ഫ്രീസായിട്ടിരിക്കുന്നു. ഞാൻ അവിടെ ചെന്ന് ടി വി ഓഫാക്കി ദേഷ്യം വന്നിട്ട് ഞാൻ ബെഡിലേക്ക് കയറി കിടന്നു. ഒന്നുമല്ല, ഞാൻ രാവിലെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ക്ഷീണിതനായിരുന്നു. ഞാൻ ഇത്തിരി കഴിഞ്ഞ് ഉറങ്ങിപ്പോയി. പക്ഷേ ആ ഉറക്കം ഒത്തിരി നേരം നീണ്ടു നിന്നില്ല. ഞാൻ രാത്രി എന്തോ കണ്ട് ഞെട്ടി എഴുന്നേറ്റു. കണ്ണു തുറന്നു. അപ്പോൾ ഞാൻ ബെഡിൽ കിടക്കുകയാണ്. പക്ഷേ കൈയും കാലുമൊന്നും അനക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ ബെഡിൻ്റെ അറ്റത്തായി ഒരു നിഴൽ പോലുള്ള രൂപം ഇരിക്കുന്നുണ്ട്. അത് ഇരുട്ടത്താണ് ഞാൻ കാണുന്നത്. ആ ബെഡിൻ്റെ സൈഡിലുള്ള സാധനം നടന്ന് എൻ്റെ അരികിലേക്ക് വന്നപ്പോൾ എൻ്റെ നെഞ്ചിടിക്കാൻ തുടങ്ങി. പക്ഷേ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ അടുത്തേക്ക് കൂടുതൽ അടുത്തപ്പോൾ ഒരു മനുഷ്യനാണ് അതെന്ന് എനിക്ക് മനസ്സിലായി. ഏകദേശം 50 വയസ്സിന് മുകളിലുണ്ടാവും. അത്യാവശ്യം നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. സ്യൂട്ടും കോട്ടുമാണ് ഇട്ടിരിക്കുന്നത്. അയാൾക്കാണെങ്കിൽ നരച്ച മീശയും താടിയുമൊക്കെ ഉണ്ട്. ഞാൻ കിടക്കുന്ന ബെഡിൻ്റെ സൈഡിലേക്ക് വന്ന് മുഖം കുനിച്ച് ഒരു വൃത്തികെട്ട ശബ്ദത്തിൽ ആ മനുഷ്യൻ പറയുകയാണ്, ജാക്ക്, നിന്നെ മീറ്റ് ചെയ്തതിൽ സന്തോഷം. ഈ ഹോട്ടലിലെ സ്റ്റേ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. അപ്പോഴേക്കും ഞാൻ ആ ബെഡിൽ നിന്നും എഴുന്നേറ്റോടാൻ നോക്കി. പക്ഷേ കാര്യമുണ്ടായില്ല. എൻ്റെ കൈയും കാലുമൊന്നും അനങ്ങുന്നില്ല. അപ്പോൾ അയാൾ വന്ന്, സോറി, എൻ്റെ പേര് ഗാരറ്റ് കോവൻവുഡ് എന്നാണ്. ഞാനാണ് ഈ ഹോട്ടലിലെ ഓണർ. ഈ ഹോട്ടലിൽ വരുന്ന എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്നിട്ട് അയാൾ എൻ്റെ കയ്യിൽ പിടിച്ചു. എൻ്റെ കയ്യിൽ അയാൾ സ്പർശിച്ചപ്പോൾ അയാളുടെ കയ്യിൽ നിന്നെന്തോ മുള്ളുകൊണ്ട് കയറുന്ന അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എനിക്ക് ആ ബെഡിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. കൈയും കാലും അനങ്ങുന്നില്ല. അപ്പോഴേക്കും അയാൾ, ജാക്ക്, റൂൾസ് എല്ലാം ഫോളോ ചെയ്യണം.
അല്ലെങ്കിൽ നിനക്കത് പ്രശ്നമാകുമെന്ന് അയാൾ പറഞ്ഞു. അയാൾ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. പെട്ടെന്ന് ചൂടങ്ങ് പോയി. പെട്ടെന്ന് എൻ്റെ സെൽഫോണിൻ്റെ റിങ് കേട്ടാണ് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റത്. ഞാൻ കൈയും കാലും അനക്കി. ഞാൻ കണ്ട ആളെയും കാണാനില്ല. മുള്ളു കൊണ്ടുകയറുന്ന പോലുള്ളൊരു ഫീൽ കിട്ടിയ കയ്യിലേക്ക് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം സ്വപ്നമാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ട് പെട്ടെന്ന് ഫോൺ എടുത്തു. എടാ ജാക്ക്, അപ്പുറത്തുനിന്നുള്ള ശബ്ദം. എൻ്റെ ബോസ് കോൾട്ടറാണെന്ന് എനിക്ക് മനസ്സിലായി. എടാ ജാക്കേ, നമ്മുടെ പദ്ധതികൾക്ക് ചെറിയൊരു മാറ്റമുണ്ട്. നീ ലോബിയിലേക്ക് പെട്ടെന്ന് വാ, ഇപ്പോൾ തന്നെ വരണമെന്ന് പറഞ്ഞു. എന്താ പ്രശ്നമെന്ന് ഞാനിങ്ങനെ ചോദിച്ചു. സമയം കളയാനില്ല, പെട്ടെന്ന് വരാൻ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും ഞാൻ സമയം നോക്കി. 12:36 ഈ സമയം നേരത്തെ വായിച്ച റൂൾസ് എൻ്റെ മനസ്സിലേക്ക് വന്നു. ഈ സമയത്ത് റൂമിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പാടില്ല എന്നാണ് റൂൾസിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഫ്രണ്ടിലെ റിസപ്ഷനിലേക്ക് വിളിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എടോ, എനിക്കിപ്പോൾ ലോബി വരെ വരണം ബോസിനെ കാണാനായിട്ട്. തൻ്റെ റൂൾസിൽ പറഞ്ഞിരിക്കുന്നത് ഈ സമയം രാത്രി പുറത്തേക്ക് വരരുത് എന്നാണ്. ഞാനീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഇതുപോലുള്ള വല്ല പറ്റിയൊരു പരിപാടിയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാൻ ദേഷ്യത്തോട് ചോദിച്ചു. അപ്പോഴേക്കും അവർ ടൈപ്പ് ചെയ്യുന്ന ശബ്ദം എനിക്ക് വ്യക്തമായി കേൾക്കാം. ഞങ്ങളുടെ റെക്കോർഡ് അനുസരിച്ച് സാറിൻ്റെ ബോസ് കോട്ടർ ഇപ്പോൾ റൂമിൽ തന്നെയാണല്ലോ. അത് പറയുന്നത് കേട്ട് ഞാനാകെ കൺഫ്യൂഷനായി. എൻ്റെ ബോസ് റൂമിൽ കിടന്ന് ഉറങ്ങുകയാണെന്നോ? തനിക്കിതൊക്കെ എങ്ങനെ അറിയാം? താൻ പറയുന്നത് എൻ്റെ ബോസ് ലോബിയിലില്ല എന്നാണോ? ഇവിടെ ബോസുമില്ല, വേറെ ആരുമില്ല. എന്നെ കൂടാതെ ഇവിടെ 2 ചെടിച്ചട്ടികളുണ്ട് എന്ന് റിസപ്ഷനിസ്റ്റ് എന്നോട് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്ത് ബോസിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ആദ്യത്തെ റിംഗ് ടോണിൽ പുള്ളി ഫോൺ എടുത്തില്ല. രണ്ടാമത് വിളിച്ചപ്പോൾ പുള്ളി എടുത്തു. കോൾട്ടറെ, താൻ എന്നെ വിളിച്ചിരുന്നോ? താനിപ്പോൾ ലോബിയിൽ എന്നോട് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാം പറഞ്ഞിരുന്നുവല്ലോ എന്ന് കോൾട്ടറോട് ചോദിച്ചു. താൻ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇയാളെ ഒന്നും വിളിച്ചിട്ടില്ല എന്ന് കോൾട്ടർ മറുപടി പറഞ്ഞു. കുഴപ്പമില്ല സാറേ, എനിക്ക് റോങ് നമ്പർ വന്നതാണെന്ന് തോന്നുന്നു. സാറിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചതിൽ ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞു. സാറേ, ഒരു കാര്യം ചോദിക്കട്ടെ, സാറിൻ്റെ മുറിയിൽ നിന്ന് റൂൾസ് വല്ലതും കിട്ടിയിരുന്നോ? റൂൾസുമില്ല, ഒരു കോപ്പുമില്ല. താനൊന്ന് വെച്ചിട്ട് പോടോ എന്ന് പറഞ്ഞ് ബോസ് കട്ടക്കലിപ്പിൽ ഫോൺ കട്ട് ചെയ്തു. ഫോൺ വെച്ചിട്ട് ഞാൻ കുറച്ചു നേരം ബെഡിലിരുന്നു. എന്താ സംഭവിച്ചതെന്ന് ആലോചിച്ചുകൊണ്ട്. ഹോട്ടലുകാർ ഇതെന്തോ പരിപാടി ഒപ്പിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. എന്തായാലും ടി വിയിലെ ഈ ന്യൂസ് വാർത്തയും ഇമേജും ഒക്കെ ഹോട്ടലുകാരുടെ പരിപാടി തന്നെ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയൊരു ന്യൂസ് റിപ്പോർട്ട് വായിക്കുക? പക്ഷേ ഇത് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരിക്കലും ഒരാളുടെ ഫോൺ കോൾ ഫേക്ക് ചെയ്യാനൊന്നും പറ്റില്ല. കോൾട്ടറിനെ എനിക്ക് വർഷങ്ങളായിട്ടറിയാം. അദ്ദേഹം എൻ്റെ മുതലാളിയായിട്ട് കുറേ വർഷങ്ങളായി. അതുകൊണ്ട് എൻ്റെ ബോസിൻ്റെ ഒച്ച എനിക്ക് വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബോസ് തന്നെയാണ് താഴെയുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചതെന്ന് എനിക്ക് ഉറപ്പാണ്. ഉറങ്ങുന്നയാൾ എങ്ങനെയാണ് ലോബിയിൽ നിന്ന് എന്നെ ഫോൺ വിളിക്കുക? റിസപ്ഷനിലെ ആളോട് ചോദിച്ചപ്പോൾ എൻ്റെ ബോസ് റിസപ്ഷനിലില്ല എന്നുമാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ബോസ് എന്നെ റിസപ്ഷനിൽ നിന്ന് വിളിക്കുക? എനിക്കതൊരു ഭയങ്കര മിസ്റ്ററി ആയിട്ട് തോന്നി. എന്ത് കോപ്പെങ്കിലും ആകട്ടെ, ഒന്നാമത് എനിക്ക് ക്ഷീണമാണ് എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞ് ബെഡിലേക്ക് കിടന്നു. അടുത്ത ദിവസം ഞാനും ബോസും രാവിലെ എഴുന്നേറ്റ് മീറ്റിങ്ങിന് പോയി. മീറ്റിംഗ് പോകുന്ന യാത്രയിൽ കാറിൽ വെച്ച് ബോസ് എന്നോട് പ്രത്യേകിച്ചൊന്നും മിണ്ടിയില്ല. എന്നിട്ട് അന്നേരം എന്നോട് ബോസ് പറഞ്ഞു, രാത്രി ആൾക്കാരെ ഇങ്ങനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല എന്ന്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു വന്നു. സാധാരണ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹോട്ടലിലേക്ക് വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. തിരിച്ച് ഈ ഹോട്ടലിലേക്ക് വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. ഞങ്ങൾ 2 പേരുടെയും 2 റൂമായതുകൊണ്ട് തന്നെ ലോബിയിൽ വെച്ച് ഞങ്ങൾ പിരിഞ്ഞു. മുറിയിലേക്ക് ചെന്നിട്ട് ഉടുപ്പൊന്നും മാറാതെ ബെഡിലിരുന്നു. ഞാൻ നേരത്തെ വലിച്ചെറിഞ്ഞ ആ പേപ്പർ ഷീറ്റ് ഒന്നുകൂടി എടുത്തു നോക്കി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും മനസ്സിലാകുന്നില്ല. വന്നപ്പോൾ തൊട്ട് ഇതുതന്നെയാണ്. ഇതെല്ലാം വല്ലാത്തൊരു മിസ്റ്ററി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തോ അവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. എനിക്ക് വിശദീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ. ചിലപ്പോൾ ഇതെല്ലാം ഉള്ളതായിരിക്കില്ല. 2 ദിവസത്തെ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് വല്ലാത്ത ക്ഷീണമായിരുന്നു. ബിസിനസ് സംഭവം കേൾക്കാൻ വന്ന കുറേ അലവലാദികളും അതുമല്ല 100 കണക്കിന് ക്വസ്റ്റ്യൻസാണ് എന്നോട് ചോദിക്കുന്നത്. അതൊക്കെ ചെയ്ത് മടുത്ത് ഞാനാകെ ടയേർഡ് ആയതുകൊണ്ടായിരിക്കാം, മനസ്സ് മടുത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ഹാലൂസിനേഷൻ ആണെന്ന് ഞാൻ വിചാരിച്ചു. നമ്മളെ സമാധാനിപ്പിക്കാൻ എന്ത് കള്ളത്തരം പറഞ്ഞാലും ഒരു പരിധിവരെയല്ലേ പറയാൻ പറ്റൂ എന്നുകൂടി ഞാൻ മനസ്സിലാലോചിച്ചു. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഉടുപ്പൊക്കെ ഊരി ബാത്റൂമിൽ പോയി ഒന്ന് കുളിച്ചതിന് ശേഷം വന്ന് നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ബെഡിൽ കയറി. അന്ന് ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. ബെഡിലേക്ക് കിടന്ന് ഉറക്കം വരുന്നതിന് തൊട്ട് മുമ്പേ എൻ്റെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. അപ്പോഴേക്കും ആ റൂൾ ബുക്കിലെ റൂൾ നമ്പർ 5 ഞാൻ ആലോചിച്ചു. അതിൽ എഴുതിയിരിക്കുന്നത് വാതിൽ ആരെങ്കിലും മുട്ടുകയാണെങ്കിൽ അത് തുറക്കാൻ പാടില്ല എന്നാണ്. വിസിറ്റേഴ്സൊന്നും രാത്രി അലൗഡ് അല്ല എന്നും എഴുതിയിട്ടുണ്ട്.
വാതിൽ ആരെങ്കിലും മുട്ടുകയാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യണമെന്നും എഴുതിയിരിക്കുന്നു. ആ റൂൾ എനിക്ക് വളരെ സില്ലിയായി തോന്നി. ഇതൊന്ന് കോപ്പാണെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും റൂൾസ് അതുപോലെ തന്നെ പാലിച്ചേക്കാമെന്ന് ഞാൻ ചിന്തിച്ചു. എഴുന്നേറ്റൊന്നും പോവേണ്ട, ആരെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും തട്ടൽ കേട്ടു. ഞാനപ്പോൾ എന്തായാലും തുറക്കുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോഴാണ് ബോസിൻ്റെ ഒച്ച ഞാൻ കേട്ടത്. ജാക്കേ, റൂമിലുണ്ടോ? തൻ്റെ ഭാര്യ എന്നെ വിളിച്ചു. തന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ലെസ്ലിക്ക് എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും എൻ്റെ മനസ്സ് ഞെട്ടി. ലെസ്ലി എൻ്റെ മോളാണ്. ഇത് കേട്ടപ്പോഴേക്കും ഞാൻ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ തന്നെ ഡോർ ഓപ്പണാക്കി. നോക്കിയപ്പോഴേക്കും കോൾട്ടർ അവിടെ നിൽപ്പുണ്ട്. എന്തോ കോട്ടൻ്റെ മുഖം വല്ലാതെ ഇരിപ്പുണ്ട്. ഞാൻ കോട്ടലിനോട് എന്താ കാര്യമെന്ന് ചോദിച്ചു. പുള്ളി വിക്കി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് റൂമിൻ്റെ അകത്തേക്ക് കയറി. ബോസേ, എന്താ സംഭവം? ലെസ്ലിക്ക് എന്താ പറ്റിയെന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പോൾ കോൾട്ടറിൻ്റെ മുഖം കണ്ടിട്ട് എനിക്കെന്തോ വല്ലാത്ത ഭയം വന്നു. കോൾട്ടർ ബുദ്ധിമുട്ടി പറഞ്ഞു, എടാ, അത് നല്ല വാർത്തയൊന്നുമല്ല. അപ്പോഴേക്കും എൻ്റെ നെഞ്ച് ഇടിച്ച് പുറത്തേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നി. ഒന്ന് പറയാമോ എന്താ സംഭവമെന്ന് ഞാൻ ചോദിച്ചു. എന്താ സംഭവിച്ചത്? എൻ്റെ മോളെക്കുറിച്ചാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കോൾട്ടർ എന്നെ നോക്കിയിട്ട് അയാളുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അയാളുടെ നിറഞ്ഞ കണ്ണുകളോടെ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, എടാ ജാക്കേ, ലെസ്ലി മരിച്ചു എന്ന്. ഇത് കേട്ടപ്പോഴേക്കും ഞാൻ ഞെട്ടി. എൻ്റെ അവസാന ശ്വാസം വെളിയിലേക്ക് വരുന്നത് പോലെ എനിക്ക് തോന്നി. ആ ഹോട്ടൽ മുറി എനിക്ക് ചുറ്റും കറങ്ങുന്നതായി എനിക്ക് തോന്നി. കാൾട്ടർ അപ്പോഴേക്കും എൻ്റെ ഷോൾഡറിലേക്ക് കൈവച്ചു. എടാ, വേറൊരു കാര്യം കൂടിയുണ്ട്, നീ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് എന്നെ ഇരുത്തി. എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ട്. ഞാൻ ആ ബെഡിലേക്കിരുന്നു. ജാക്കേ, വേറൊരു കാര്യമുണ്ട്. നീ 5ാമത്തെ റൂൾസ് ബ്രേക്ക് ചെയ്തു. അതുകൊണ്ട് എനിക്ക് നിന്നെ വേദനിപ്പിച്ചേ മതിയാകൂ. അത് പറഞ്ഞതും ഞാൻ ആശ്ചര്യത്തോടെ കോൾട്ടറിനെ നോക്കി. അയാളെൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അയാളുടെ ചുണ്ടുകളിൽ ഞാൻ ഒരു വൃത്തികെട്ട ചിരി കണ്ടു. അയാളുടെ ശരീരമെല്ലാം വലിഞ്ഞു മുറുകി ഒരു പ്രതിമ നിൽക്കുന്നത് പോലെ അയാളവിടെ നിന്നു. കോൾട്ടറെ, എന്താ ഇത്? എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ നിമിഷം കോൾട്ടർ എൻ്റെ കഴുത്തിൽ കയറി പിടിച്ചു. അതും സാമാന്യ ശക്തിയിൽ. കോട്ടൻ്റെ ആ പിടുത്തത്തിൽ എനിക്ക് ശ്വാസമെടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് കോട്ടൻ്റെ കൈ വിടുവിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും കരുത്തായിരുന്നു കോട്ടൻ്റെ കൈക്ക്. ഞാൻ കോട്ടൻ്റെ തലക്കിട്ട് മറ്റേ കൈ കൊണ്ട് ഇടിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. ആ സമയം തന്നെ കോൾട്ടർ എന്നെ ബെഡിൽ നിന്ന് കഴുത്തിൽ പിടിച്ചുകൊണ്ട് നിലത്തേക്ക് തൂക്കിയടിച്ചു. എൻ്റെ തൊണ്ടക്കുഴിയിൽ വിരലുകളമർത്തി ഞെക്കാൻ തുടങ്ങി. ഞാൻ ശ്വാസം കിട്ടാതെ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് തലയിൽ ഇരുട്ട് കയറി. അതുമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആ സമയത്ത് ഞാൻ മരിച്ചുവെന്നാണ് ഞാൻ വിചാരിച്ചത്. പിറ്റേ ദിവസം ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ നോക്കി, എനിക്ക് ജീവനുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ഫോൺ അവിടേക്ക് നോക്കി. പക്ഷേ ഫോൺ കണ്ടില്ല. നോക്കിയപ്പോൾ ബെഡിൻ്റെ താഴെയായി ഫോൺ കിടക്കുന്നു. ഞാൻ ഫോൺ എടുത്ത് നോക്കി. എൻ്റെ ഭാര്യ ഷാർലറ്റിൻ്റെ ഒരു മെസ്സേജുണ്ട്. ലെസ്ലി സ്കൂളിലേക്ക് പോയി. ലെസ്ലി നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, എല്ലാം തീർത്തിട്ട് വീട്ടിലേക്ക് വരണേ എന്നൊരു മെസ്സേജ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. അവിടെ ഒരു കണ്ണാടിയുണ്ട്. കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് എൻ്റെ കഴുത്തൊക്കെ ഒന്ന് പരിശോധിച്ചു. ഇന്നലെ രാത്രിയിലെ സംഭവങ്ങളൊക്കെ ആലോചിച്ചിട്ട് നോക്കിയപ്പോഴേക്കും ആരും കൊങ്ങയ്ക്ക് പിടിച്ചതുപോലെ മുറിവുകളോ പാടുകളോ ഒന്നും തന്നെ ഇല്ല. ഞാൻ അപ്പോൾ തന്നെ ആലോചിച്ചു, ഞാൻ മുമ്പ് കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു എന്ന്. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഭാര്യയെ വിളിച്ചു, കാര്യങ്ങളെല്ലാം ഉറപ്പിക്കാനായിട്ട്. അപ്പോൾ ഭാര്യ എന്നോട് സ്റ്റേ എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല. ലെസ്ലി എവിടെ എന്ന് ഞാൻ ചോദിച്ചു. അവൾ സ്കൂളിലേക്ക് പോയി. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, കുഴപ്പമൊന്നുമില്ല എന്ന് മറുപടിയും പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. പക്ഷേ ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം എനിക്ക് റിയലായിട്ടാണ് തോന്നുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സ്വപ്നമായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ മീറ്റിങ്ങിന് വേണ്ടി ഉടൻ തന്നെ ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് പോയി. എൻ്റെ മുതലാളി കോൾട്ടർ പുറത്തായി നിൽപ്പുണ്ട്. ലോബിയിൽ നിൽക്കുന്ന ബോസ് എന്നോട് ചോദിച്ചു, എന്താ ഇത്ര ലേറ്റായത് എന്ന്. ഞാൻ എന്നത്തേക്കാളും ലേറ്റായിരുന്നു ഡ്രസ്സ് ചെയ്ത് വന്നപ്പോഴേക്കും. ഞാൻ പറഞ്ഞു, ചെറിയൊരു തലവേദനയായിരുന്നു, അതുകൊണ്ട് എഴുന്നേക്കാൻ താമസിച്ചു എന്ന്. ബോസിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അയാളുടെ കൈകൾ എൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഒരു ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്തില്ല എൻ്റെ ബോസുമായിട്ട്. ഞങ്ങളൊരു കാർ വാടകയ്ക്ക് എടുത്തായിരുന്നു. കാറിൽ കയറിയിട്ട് ബിസിനസ് മീറ്റിങ്ങിൻ്റെ അടുത്തേക്ക് പോയി. ഞാൻ ബോസിൻ്റെ മുഖത്ത് നോക്കാത്ത കാര്യം ബോസിന് മനസ്സിലായി. എന്താ ഇപ്പോൾ ബോസിനോട് പറയുക? എൻ്റെ റൂമിൽ കുറേ റൂൾസ് ഉണ്ട്. താനിതിൽ എന്നെ കൊല്ലാൻ നോക്കിയില്ലേ, അതുകൊണ്ട് തന്നെ അടുത്ത ആശുപത്രിയിലൊന്ന് ഇറക്കി വിടാമോ എന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. വേണ്ട, ഇതൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് വട്ടാണെന്ന് ബോസ് വിചാരിക്കും. ഫുഡ് കഴിച്ചിട്ട് ഫുഡ് പോയ്സൺ ആയതെന്ന് പറയാം. അതിനെക്കുറിച്ച് ബോസൊന്നും എന്നോട് ചോദിച്ചുമില്ല.
ബിസിനസ് മീറ്റിങ്ങിന് എത്തുന്നതിന് മുമ്പ് എന്ത് പറ്റി, നിനക്കെന്താ മുഖത്തോട്ട് നോക്കാനൊരു ബുദ്ധിമുട്ട് എന്ന് ബോസ് എന്നോട് ചോദിച്ചു. അപ്പോഴേക്കും ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിരുന്ന കാര്യം തന്നെ പറഞ്ഞു. എനിക്ക് വയ്യ, ഫുഡ് കഴിച്ചതിനാണോ എന്നറിയില്ല, വയറ് ശരിയല്ല എന്നൊരു കള്ളം പറഞ്ഞു. ശേഷം ഞങ്ങൾ മീറ്റിങ്ങിലേക്ക് കയറി. കുഴപ്പമൊന്നുമില്ലാതെ മീറ്റിംഗ് കടന്നുപോയി. എന്നാലും എൻ്റെ മനസ്സിൽ ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. അന്ന് രാത്രി ഒരു 11 മണിയായപ്പോഴേക്കും പിന്നെയും ഞാൻ എഴുന്നേറ്റു. ആ സമയം ഞാൻ അവിടെ ഇരുന്ന് അലാറം ക്ലോക്കിൽ നോക്കിയപ്പോൾ 11:22 ആയിട്ടുണ്ട്. നല്ല ഇരുട്ടായിരുന്നു. റൂമിലെ ലൈറ്റ് ഒന്നും ഓണല്ലായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ജനലിൻ്റെ അടുത്ത് ഭിത്തിയിലോട് ചേർന്ന് ഒരു ഓറഞ്ച് വെട്ടം മിന്നുന്നത് ഞാൻ കണ്ടു. ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജനലിലെ കർട്ടൻ മാറ്റി നോക്കി, എവിടെ നിന്നാണ് ഈ വെട്ടം വരുന്നതെന്നറിയാൻ. കർട്ടൻ മാറ്റി നോക്കിയപ്പോൾ ഞാൻ കണ്ടത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ താമസിക്കുന്ന ഈ ഹോട്ടലിന് തീ പിടിച്ചിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും തീ ഭയങ്കരമായിട്ട് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് തീ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഗസ്റ്റുകൾ മുറിയിലുണ്ടല്ലോ, അവർ അറിയട്ടെ എന്നോർത്ത് ഞാൻ അലറി വിളിക്കാൻ തുടങ്ങി. ഹോട്ടലിൽ തീ പിടിച്ചു, ഇപ്പം തന്നെ എല്ലാവരും രക്ഷപ്പെടൂ, റൂമിൽ നിന്ന് ഇറങ്ങി ഓടൂ എന്നൊക്കെ ഞാൻ അലറുന്നുണ്ട്. പക്ഷേ ഞാൻ ആ ഹാൾവേയിൽ കൂടി അത്രയും കിടന്ന് അലറിയിട്ടും ആരും തന്നെ ഹാൾവേയിലേക്ക് വന്നില്ല. അതുമാത്രമല്ല, മറ്റു റൂമുകളിൽ നിന്നും ഒരു ഒച്ചയും കേൾക്കുന്നില്ല. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു, ഈശ്വര, എല്ലാവരും റൂം ഇവാക്യുവേറ്റ് ചെയ്ത് പോയോ എന്ന്. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഹോട്ടലിലെന്ന്. ഞാൻ കിടന്നുറങ്ങിപ്പോയോ? ഞാൻ നോക്കിയപ്പോഴേക്കും ഒരു റൂം തുറന്നു കിടപ്പുണ്ട്. ഞാൻ ആ റൂമിലേക്ക് ഓടിക്കേറി. നോക്കിയപ്പോഴേക്കും ആ റൂമിൽ ആരുമില്ല. മുറി മുഴുവൻ ഇരുട്ടാണ്, ലൈറ്റൊന്നും വിട്ടിട്ടില്ല. ടി വി ആണെങ്കിൽ ഓടുമാണ്. ഞാൻ ആ ടി വിയിലേക്ക് നോക്കിയപ്പോൾ മുഖത്ത് മൊത്തം ചോരയുള്ള റിപ്പോർട്ടറിൻ്റെ മുഖമാണ് ഞാൻ കാണുന്നത്. അതുമല്ല, ആ ടി വിയുടെ തൊട്ട് താഴെയായിട്ട് ചോരയൊക്കെ ഒഴുകി കാർപ്പറ്റിൽ മൊത്തം പടർന്ന് കിടക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടിത്തെറിച്ച് ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് ഒരു അശരീരി പോലെ എന്തോ ശബ്ദം ഞാൻ കേട്ടത്. അത് ഇങ്ങനെയായിരുന്നു, ചാക്കേ, നിനക്ക് ഒളിക്കാൻ പറ്റില്ല, ഒരു വൃത്തികെട്ട ഒച്ചയിൽ. ഞാൻ പെട്ടെന്ന് തന്നെ വാതിലടച്ച് അടുത്ത റൂമിലേക്ക് ഓടി. അവിടുത്തെ വാതിൽ തുറന്നു. ആ റൂമിൽ ഞാൻ കണ്ടത് എൻ്റെ ഭാര്യയും മോളെയുമാണ്. അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവരുടെ കണ്ണുകളിൽ വെറും ഇരുട്ട് മാത്രം. അപ്പോഴേക്കും ഭാര്യ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ജാക്കെ എന്ന് പറഞ്ഞു. മോളും അതിൻ്റെ കൂടെ എന്നോട് പറഞ്ഞു, ഡാഡി വീട്ടിലേക്ക് എന്നാ വരുന്നതെന്ന്. എൻ്റെ തല മൊത്തം പെരുത്തു തുടങ്ങി. എൻ്റെ സകല കൺട്രോളും വിട്ടുപോയി. അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണമെന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഏത് റൂം തുറന്നാലും ഇങ്ങനത്തെ ഭയാനകമായ കാര്യങ്ങളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ ഞാൻ ലിഫ്റ്റിലേക്ക് ഓടി. ഞാൻ ലിഫ്റ്റിൻ്റെ ബട്ടൺ ഞെക്കിയിട്ട് വാതിൽ തുറക്കുന്നില്ല. അതിൻ്റെ ബട്ടൺ ജാമായിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ വീണ്ടും ആ ബട്ടണിൽ അമർത്തി. ഞാൻ ആ ബട്ടൺ ഞെക്കിയിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് 4 രൂപങ്ങൾ എൻ്റെ നേർക്ക് വരുന്നതാണ്. ആ ഹാളിൻ്റെ മൂലയിൽ നിന്നാണ് അത് വരുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പിന്നെയും ശക്തിയായി ലിഫ്റ്റിൻ്റെ ബട്ടണിൽ ഞെക്കിക്കൊണ്ടിരുന്നു. ഞാൻ പിന്നെയും പുറകിലോട്ട് നോക്കുമ്പോൾ 4 രൂപങ്ങൾ വളരെ അടുത്തായി എത്തിയിരിക്കുന്നു. അതെൻ്റെ മുതലാളിയും എൻ്റെ ഭാര്യ, എൻ്റെ മകൾ, പിന്നെ ന്യൂസ് റിപ്പോർട്ടർ. അങ്ങനെ 4 രൂപങ്ങൾ. അവരുടെ മുഖം കണ്ടിട്ട് ഞാൻ വല്ലാതെ പേടിച്ചു വിറച്ചു. ഞാൻ പെട്ടെന്ന് ലിഫ്റ്റിൻ്റെ ബട്ടൺ തുറക്കുക എന്ന് പറഞ്ഞ് ബട്ടണിലിടിച്ചു. ഈ കോപ്പ് ഒന്ന് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞ് ബട്ടണിൽ വലിച്ചിടിച്ചു. ഒടുവിൽ ലിഫ്റ്റിൻ്റെ ഡോർ ഓപ്പണായി. പെട്ടെന്ന് തന്നെ ഞാൻ ലിഫ്റ്റിലേക്ക് ചാടിക്കയറി ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ബട്ടൺ ഞെക്കി. ഡോർ അടയുന്ന സമയത്ത് ഞാൻ കണ്ടു ആ 4 പേരും എൻ്റെ എലിവേറ്ററിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. ആ സമയത്ത് ഞാൻ പേടിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുമെന്ന് വരെ ഞാൻ വിചാരിച്ചു. ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച സമയത്ത് തന്നെ എലിവേറ്റർ പെട്ടെന്ന് പൊട്ടി താഴേക്ക് വീഴുന്ന ഒരവസ്ഥയുണ്ടായി. ഞാൻ 2 സൈഡിലെ റെയിലിംഗ് കയറി പിടിച്ചു. ലിഫ്റ്റ് താഴേക്ക് അതിവേഗത്തിൽ പതിക്കുകയാണ്. ഞാൻ കണ്ണടച്ച് ലിഫ്റ്റിൻ്റെ ഭിത്തിയിൽ ചാരി എൻ്റെ ഈശ്വര എന്ന് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഹോട്ടൽ മുതലാളി ലിഫ്റ്റിൻ്റെ ഉള്ളിൽ എൻ്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് അയാൾ മെല്ലെ പതിഞ്ഞ സ്വരത്തിൽ, നീ എല്ലാ റൂൾസും ബ്രേക്ക് ചെയ്തല്ലോ ജാക്കെ, നീ എല്ലാവരെയും കൊലയ്ക്ക് കൊടുക്കുമല്ലോ, നിന്നോട് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എന്ന് എന്നോടിങ്ങനെ പറഞ്ഞു. ഞാൻ കണ്ണടച്ചൊന്ന് തുറന്നു കഴിഞ്ഞ ശേഷം അതിനെ കാണുന്നില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയും മോളെയും കുറിച്ച് ആലോചിച്ചു. എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ട്. അവരുടെ കൂടെ ചിലവഴിച്ച നിമിഷങ്ങളെപ്പറ്റി ഞാൻ ആലോചിച്ചു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ദിവസം മഴയത്ത് ഞാനും എൻ്റെ ഭാര്യയും മോളും കൂടി വീടിൻ്റെ മുറ്റത്ത് നിന്ന് കളിക്കുന്നത്. അവരെ ഇനി എനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ചു. അപ്പോഴേക്കും എനിക്ക് എൻ്റെ നെഞ്ചിൽ ഒരു കത്തി കുത്തിയിറക്കിയ ഒരു ഫീലിംഗ് ഉണ്ടായി. ഞാനിത് ആലോചിച്ച് അവരോട് ഗുഡ് ബൈ പോലെ പറഞ്ഞു. എന്തായാലും പൊട്ടി വീണ ലിഫ്റ്റ് ഇപ്പോൾ തന്നെ താഴെ ഇടിക്കുമെന്ന അവസ്ഥയിലെത്തി. അപ്പോഴാണ് ഞാൻ പെട്ടെന്നൊരൊച്ച കേട്ടത്, എണീക്ക് ജാക്കേ എന്നൊരൊച്ച. അതെനിക്ക് ഹോട്ടൽ മുതലാളിയുടെ ഒച്ച പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു.
നോക്കിയപ്പോൾ ഞാൻ കിടക്കുന്നത് കാർപ്പറ്റിലാണ്, ലിഫ്റ്റിലല്ല. ഞാൻ ശ്വാസമെടുത്ത് ചുറ്റും നോക്കി. ഞാനിപ്പോഴും എൻ്റെ റൂമിൽ തന്നെയാണ്. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ജീവനോടെ ഉണ്ട് എന്നൊരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട്. എന്താ സംഭവമെന്ന് വിചാരിച്ച് ഞാൻ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. നേരത്തെ വെച്ചിരിക്കുന്ന ആ റൂൾസ് ലിസ്റ്റിൽ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. 7ാമത്തെ റൂൾസ് വട്ടമിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ 7ാമത്തെ റൂൾസിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ഈ കാണുന്നതൊന്നും വിശ്വസിക്കരുത് എന്നായിരുന്നു അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതെന്താ സംഭവമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ആ വിൻഡോയുടെ അവിടെ നിന്നുള്ള കാഴ്ച ശരിക്കും ഉള്ളതായിരുന്നില്ല. ആ തീയും അവിടെയുള്ള കാര്യങ്ങളുമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ റൂമിൽ നിന്ന് ഇറക്കാൻ വേണ്ടി എന്തോ ചെയ്തതാണെന്ന്. ഞാനത് കണ്ട് പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ശരിക്കും റൂമിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ലായിരുന്നു. അലാറം ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 1:47 PM. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, ഇപ്പോൾ പുറത്തേക്ക് പോകാൻ സേഫാണ്. ഈ പണ്ടാരം മുറിയിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോകണമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ പാക്ക് ചെയ്ത് പെട്ടെന്ന് പോയി വാതിൽ തുറക്കാൻ വേണ്ടി നോക്കി. ഡോർനോബിൽ പിടിച്ചപ്പോഴേക്കും അത് ചൂടായി പൊള്ളിയിരിക്കുന്നു. എൻ്റെ കൈ പൊള്ളിയപ്പോഴേക്കും ഞാൻ കൈ പുറകിലേക്ക് വലിച്ചു. ആ തടി കൊണ്ടുള്ള ഡോറിൻ്റെ അടിയിലായി കത്തിക്കരിഞ്ഞിരിക്കുന്ന നിലയിൽ ഞാൻ കണ്ടു. എന്താ ഇത്, തീയോ? ശരിക്കും പറഞ്ഞാൽ ഇത് ഒറിജിനലായിട്ടും തീ കത്തിയോ? ഞാനോർത്തു, ജനാലയിൽ കൂടി കാണുന്നത് സത്യമല്ല എന്നാണല്ലോ. അങ്ങനെയാണല്ലോ അതിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് നേരെ പോയി ബെഡിലുണ്ടായിരുന്ന പേപ്പർ ഷീറ്റ് എടുത്തു നോക്കി. അതിന് തൊട്ട് താഴെയായി എഴുതിയിരിക്കുന്നു, നീ ഒരൊറ്റ ആളാണ് ഇതെല്ലാം തെറ്റിച്ചത്, അതുകൊണ്ട് നമ്മളെല്ലാവരും ഇനി അനുഭവിക്കേണ്ടി വരും എന്ന്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും തിരിഞ്ഞു നോക്കി. ഞാനാകെ കൺഫ്യൂഷനിലായി. ഇതിനെന്താ വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്താണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് ആലോചിച്ചു. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കൂടി ആലോചിച്ചത്. ഞാൻ പെട്ടെന്ന് ആ റൂമിൻ്റെ വിൻഡോയുടെ അടുത്തേക്ക് ചെന്നു. അവിടുന്ന് പുറത്തേക്ക് നോക്കി. എൻ്റെ റൂമിരിക്കുന്ന ഫ്ലോറിലാണ് തീ കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഫ്ലോറിൽ ഒരു കുഴപ്പവുമില്ല. ആൾക്കാരൊക്കെ വഴിയിൽ കൂടി നടന്നു പോകുന്നുണ്ട്. ടൗണിലാണെങ്കിലും ട്രാഫിക്കൊക്കെ ഉണ്ട്. മരങ്ങളൊക്കെ കാണാം. ഒരു നോർമൽ വ്യൂ ആയിരുന്നു എൻ്റെ ജനാലയിലൂടെ നോക്കുമ്പോൾ. പക്ഷേ എൻ്റെ മുറിയുടെ അവിടുന്ന് നന്നായി തീ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കാര്യങ്ങളെല്ലാം സത്യമല്ല, മിഥ്യയാണെന്ന്. ഞാൻ ആ വിൻഡോ ശക്തിയായി തുറക്കാൻ നോക്കി. ഇത്തിരി തുറന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് എന്തോ ഒരു അജ്ഞാത ശക്തി അടയ്ക്കുന്നത് പോലെ ആ വിൻഡോ തിരിച്ചടച്ചു. എൻ്റെ കൈ രണ്ടും ജനൽപ്പാളിയുടെ ഇടയ്ക്ക് പോയി. അലറിക്കൊണ്ട് എൻ്റെ കൈ രണ്ടും പുറകിലേക്ക് വലിച്ചെടുത്തു. വല്ലാത്തൊരു വേദനയായിരുന്നു. ഞാൻ റൂമിലൊരു കസാര എടുത്ത് ചില്ലിന് നേരെ എറിഞ്ഞു. ആ കസാര ചില്ല് പൊട്ടിച്ച് പുറത്തേക്ക് പോയി. അപ്പോഴാണ് ശരിക്കുള്ള വ്യൂ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. താഴെ നോക്കുമ്പോൾ തീ പിടിച്ചിട്ടുണ്ട്. ആൾക്കാർ അലറുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു, ഇവിടെ തീ പിടിച്ചുവെന്ന്. എന്തായാലും ഇപ്പോൾ ഞാൻ അപകടത്തിലാണ്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോയേ പറ്റൂ. രക്ഷപ്പെടാൻ വേണ്ടി തിരിഞ്ഞപ്പോഴാണ് പേപ്പർ കിടക്കുന്നത് കണ്ടത്. ആ റൂൾ പേപ്പറിൽ നിന്ന് നോക്കിയപ്പോഴേക്കുമാണ് റൂൾ 6 എനിക്ക് ഓർമ്മ വന്നത്. മിനി ബാർ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമുള്ളതാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തായാലും എമർജൻസിയാണ്, തീ പിടിച്ച് കിടക്കുകയാണല്ലോ. ഞാൻ പെട്ടെന്ന് പോയി മിനി ബാർ തുറന്നു. അത് തുറക്കാൻ അല്പം പാടായിരുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അകത്ത് ഭക്ഷണവും ഡ്രിങ്ക്സും ഒന്നുമില്ല. സാധാരണ ഒരു ബാറിൽ ഫുഡും ഡ്രിങ്ക്സുമൊക്കെയാണ് ഉള്ളത്. ഇതിലാണെങ്കിൽ ഒരു കറുത്ത പെട്ടിയുണ്ട്. ആ കറുത്ത പെട്ടിയുടെ നടുവിലായി ഒരു റെഡ് ബട്ടനുമുണ്ട്. ഞാനതെടുത്ത് ബെഡിൻ്റെ അടുത്തേക്ക് വെച്ചു. ഈ സമയമായപ്പോഴേക്കും ഞാൻ പൊട്ടിച്ച ജനലിൻ്റെ അവിടുന്ന് പുക മുറിയിലേക്ക് കയറി തുടങ്ങി. വാതിലിൻ്റെ ചൂട്ടിൽ നിന്നും ജനാല പൊട്ടിച്ച് അവിടെ നിന്നും ശക്തമായ പുക അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഞാൻ ആ ലിസ്റ്റിലേക്ക് വീണ്ടും നോക്കിയപ്പോൾ അതിൽ ബോക്സിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇനിയൊരു കാര്യമേ ചെയ്യാനുള്ളൂ എന്നെനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ 2 കണ്ണുകളും അടച്ച് ബട്ടണിൽ ശക്തിയായി ഇടിച്ചു. ആ ഇടിച്ച സമയത്ത് എൻ്റെ തലയിൽ കുറേ ഓർമ്മകൾ ഓടാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളെല്ലാം. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണു തുറന്നു. എൻ്റെ കണ്ണു തുറന്നപ്പോൾ ഞാൻ റിസപ്ഷനിലെ സോഫയിലിരിക്കുകയാണ്. കോൾട്ടർ റിസപ്ഷനിൽ നിൽപ്പുണ്ട്. അവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി കോൾട്ടർ നിൽക്കുകയാണ്. ഞാൻ അതിശയപ്പെട്ട് ചുറ്റും നോക്കി. എന്നിട്ട് സോഫയിൽ നിന്ന് എഴുന്നേറ്റ് കോൾട്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. കോൾട്ടർ എന്നോട് പറയുകയാണ്, എടാ ഈ ഹോട്ടൽ കൊള്ളാലോ, നല്ല അടിപൊളി ഹോട്ടലാണല്ലോ എന്ന്. ഞാൻ ഈ ഹോട്ടൽ ബുക്ക് ചെയ്തപ്പോൾ ഇത്ര നല്ല ഹോട്ടലാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും നമ്മൾ കഴിഞ്ഞ തവണ എടുത്ത ഹോട്ടലിനേക്കാളും നല്ലതാണെന്ന് എന്നെ നോക്കി പറഞ്ഞു. ഇത്രയും ആയപ്പോഴേക്കും എന്താ നടക്കുന്നതെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ദിവസത്തിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. ആ ബിസിനസ് ട്രിപ്പിൻ്റെ ഫസ്റ്റ് ദിവസം, അതായത് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ വന്ന ആ സമയത്തിലേക്ക്. അപ്പോഴേക്കും കോൾട്ടർ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, എടാ ചാക്കേ, നിൻ്റെ കൈക്ക് എന്ത് പറ്റിയതാണെന്ന്. ഞാൻ എൻ്റെ കയ്യിലേക്ക് നോക്കിയപ്പോൾ ആകെ മുറിഞ്ഞ് പൊങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, വിൻഡോ വന്ന് ശക്തമായി അടഞ്ഞപ്പോൾ അതിനിടയിൽപ്പെട്ടുണ്ടായ സംഭവമാണെന്ന്. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഏയ് ഒന്നുമില്ല, ഇത് കാറിൻ്റെ ഡോറിൻ്റെ ഇടയിൽ കൈ പോയതാണെന്ന്. അപ്പോൾ കോൾട്ടർ എന്നെ നോക്കിയിട്ട് ചോദിച്ചു,
2 കൈയും എങ്ങനെയാണോ ഡോറിൻ്റെ ഇടയ്ക്ക് പോകുന്നത്? ഇത് ചോദിച്ച് അവസാനിച്ചപ്പോഴേക്കും അവിടുത്തെ റിസപ്ഷനിസ്റ്റ് എന്നെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് എന്നെ അഭിവാദനം ചെയ്തു. വെൽക്കം ടു ദ ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാനുള്ള പരിപാടിയിലേക്ക് നീങ്ങിയാണ്. എന്നോട് സാറിന് റിസർവേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇതൊക്കെ കണ്ട് കിളി പോയി എന്ത് ചെയ്യണമെന്നറിയാതെ റിസപ്ഷനിസ്റ്റിനെയും എൻ്റെ ബോസ് കോൾട്ടറിനെയും നോക്കി നിൽക്കുകയാണ്. എൻ്റെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങളൊക്കെ വ്യക്തമായി വരുന്നുണ്ട്. ഞാൻ അപ്പോൾ തന്നെ കൗണ്ടറിന് പുറകിലേക്ക് നടന്നു തുടങ്ങി. എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോകാനാണ് തോന്നിയത്. അങ്ങനെ പോകുന്ന കണ്ടപ്പോഴേക്കും എൻ്റെ മുതലാളി കോൾട്ടർ പുറകിൽ നിന്ന് എന്നെ വിളിച്ചു ചോദിച്ചു, ജാക്കെ നീ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. കോൾട്ടറെ, സോറി, എനിക്ക് ഈ ഹോട്ടൽ ഇഷ്ടപ്പെട്ടില്ല. ഞാനൊരു Airbnb ബുക്ക് ചെയ്തോളാം, നാളെ കാണാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കോൾട്ടർ ചോദിച്ചു, നീ എന്തിനായി പോണേ? ഇത് നല്ലൊരു ഹോട്ടലാണല്ലോ, എന്താ കുഴപ്പമെന്ന്. അല്ല, കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, ഞാൻ പോവാമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ആകെ ടെൻഷനായിട്ട് ശരീരം മൊത്തം വീർത്ത് ഒളിച്ചു. അപ്പോഴേക്കും എൻ്റെ ബോസ് കോൾട്ടറിനെ വിളിച്ചു. എന്തെങ്കിലും കാണിക്കുക, എങ്ങോട്ടെങ്കിലും പോ, എന്തായാലും നാളെ മീറ്റിങ്ങിന് വന്നേക്കണം, ഞാൻ എന്തായാലും ഇവിടെ റൂം എടുക്കുക എന്ന് പറഞ്ഞ് ബോസ് റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയി. എനിക്ക് റിസർവേഷനുണ്ട്, എൻ്റെ റൂമിങ് തന്നേക്ക് എന്ന് ബോസ് പറയുന്നത് കേട്ടു. ക്ലർക്ക് ബോസിന് കീ കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഡോർ തുറന്നപ്പോഴേക്കും റിസപ്ഷനിസ്റ്റ് കോൾട്ടറിനോട് പറയുന്നത് ഞാൻ കേട്ടു. ഇതാണ് സാറിൻ്റെ റൂം നമ്പർ 371, സെക്കൻഡ് ഫ്ലോറിലാണ്. എന്തായാലും ഞങ്ങളുടെ ഹോട്ടലിലുള്ള സ്റ്റേ താങ്കൾ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു.